ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വരവായി. മനുഷ്യജീവിതം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് സ്നേഹം, ത്യാഗം, സമാധാനം എന്നിവയെല്ലാം മുറുകെ പിടിക്കുമ്പോഴാണ്. ഈ വലിയ പാഠം ലോകത്തിന് നൽകിയ യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവി യാഥാർത്ഥ്യമാക്കിയ ദിനമാണ് ക്രിസ്മസ്. രക്ഷകന് വന്നു പിറക്കാൻ ഒരുക്കമുള്ള ഒരു ഹൃദയം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ക്രിസ്മസ് അനുഭവവേദ്യമാകുന്നത്. ഈ ലോകത്തിലെ സുന്ദരമായ ദേവാലയം വിശുദ്ധിയുള്ള മനുഷ്യഹൃദയമാണ്. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിലെ 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. സാബത്ത് ദിവസം യേശുവും ശിഷ്യന്മാരും ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർക്ക് വിശന്നതുകൊണ്ട് അവർ കതിരുകൾ പറിച്ചു തിന്നുന്നു. ഈ സംഭവത്തെ യഹൂദ പ്രമാണികൾ വിമർശിക്കുകയും വലിയ കുറ്റമായി ആരോപിക്കുകയും ചെയ്യുന്നു. സാബത്ത് ദിവസം ഒരു തരത്തിലുമുള്ള ജോലിയിലും ഏർപ്പെടരുത് എന്നാണ് നിയമം. ഫരിസേയർ എല്ലാ കാര്യങ്ങളെയും നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് വീക്ഷിച്ചത്. ഇതിനു മറുപടിയായി യേശു പറയുകയാണ്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. ബലിയല്ല കരുണയാണ് ആവശ്യം എന്നതിൻ്റെ അർത്ഥം ബലി വേണ്ട എന്നല്ല, മറിച്ച് ബലി ചെന്നെത്തി നിൽക്കേണ്ട ഇടം നല്ല ഒരു ബലി ജീവിതത്തിലേക്കാണ്. നിയമങ്ങളും പാരമ്പര്യങ്ങളും സന്തോഷകരമായ മനുഷ്യജീവിതത്തിന് ഒരു പരിധിവരെ ആവശ്യമാണ്. എന്നാൽ ഇതിനേക്കാൾ ഉപരി മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന്റെ ഏറ്റവും വലിയ പുണ്യം മനുഷ്യത്വമാണ്. കരുണയോടുകൂടിയുള്ള ഒരു ബലി ജീവിതമാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സ്നേഹത്തിന്റെ നിയമം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഏവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. താങ്ക് യു.